സുഹൃത്തുക്കൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും കച്ചവടവും ഉണ്ടായാൽ ചെറിയൊരു തർക്കം മതി ആ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ. കൂട്ടുകാർ പരസ്പരം പിണങ്ങിയാൽ അത് വലിയ ശത്രുതയ്ക്കും പകവിട്ടലിനും വരെയും കാരണമാകാം. എറണാകുളം കളമശ്ശേരിയിൽ യുവാവിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുത്തി കൊലപ്പെടുത്തിയത് സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ്. ഞാറയ്ക്കൽ സ്വദേശി വിവേകിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. കളമശ്ശേരി സുന്ദരിഗിരിക്ക് സമീപം യുവാവിൻ്റെ വീട്ടുകാരുടെ കൺമുന്നിൽ വെച്ചാണ് കൊല നടന്നത്. കേസിൽ സനോജ്, പ്രസാദ്, ജോയൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞാറയ്ക്കൽ സ്വദേശി 25-കാരനായ വിവേകാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ സനോജ്, പ്രസാദ്, ജോയൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സനോജും പ്രസാദും വൈകിട്ട് വിവേകിന്റെ വീട്ടിലെത്തി തർക്കമുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചുപോയ ഇവർ രാത്രി 11:30 വീണ്ടും എത്തി വീട്ടിൽ നിന്നും വിവേകിനെ വിളിച്ചിറക്കി സംസാരിച്ചു. ഇതിനിടെ ഒരാൾ കത്തിയെടുത്ത് വിവേകിനെ കുത്തുകയായിരുന്നു. വലത് നെഞ്ചിന്റെ ഭാഗത്താണ് കുത്തേറ്റത്. ഇതോടെ പ്രതികൾ സ്ഥലം വിടുകയും ചെയ്തു. വിവേകിന്റെ നിലവിളി കേട്ട് അച്ഛൻ വിനോദും അയൽക്കാരും ഓടിയെത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ 1:30 മരിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട വിവേകും പ്രതികളും സുഹൃത്തുക്കളായിരുന്നു. സനോജിന്റെ വാഹനം വാടകയ്ക്കെടുത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു തർക്കമെന്ന് പോലീസ് പറയുന്നു. സനോജും പ്രസാദും മാത്രമാണ് പ്രതികളെന്നാണ് ആദ്യം കരുതിയിരുന്നത്. ജോയലും കുറ്റകൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കൊലപാതകത്തിന് പിന്നിലെ കൃത്യമായ കാരണം കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് 18 കളമശ്ശേരി.